ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട കാര്യം ഞാനൊരു ബ്ലാസ്റ്റേഴ്സ് വിരോധിയാണോ, അതായത് ബ്ലാസ്റ്റേഴ്സും ഞാനെന്ന വ്യക്തിയും അല്ലെങ്കിൽ നമ്മുടെ ചാനലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ്. അതായത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചിലയിടങ്ങളിൽ കണ്ടു, ഞാൻ ഇല്ലാത്ത പലയിടങ്ങളിൽ കണ്ടു, പക്ഷേ അതെനിക്ക് ഞാൻ കാണാനിടയായി. അതായത് ഞാൻ ചില നിഗൂഢ ലക്ഷ്യങ്ങളിലൂടെയാണ് അല്ലെങ്കിൽ നമ്മുടെ ചാനൽ തന്നെ പ്രവർത്തിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിനെതിരെ ഒരു ആൻറ്റി ബ്ലാസ്റ്റേഴ്സ് എന്ന നിലയിൽ ചില നിഗൂഢ ലക്ഷ്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ എന്നുള്ളതാണ്. അപ്പം ആ കാര്യങ്ങൾ പ്രധാനമായിട്ടും ഒന്ന് ഡിസ്കസ് ചെയ്യുക, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ചാനൽ വഴി ഒരിക്കലും ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ക്ലബിനെതിരെ സംസാരിച്ചിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. പക്ഷേ മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷൻസ് അത് പലതും തെറ്റുന്ന കാര്യങ്ങളൊക്കെ ഫാക്ട്സ് നിരത്തി സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പായിട്ടും പറയാൻ പറ്റും. ഞാൻ ക്ലബിനെതിരെ സംസാരിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുമെന്ന് ഉറപ്പിച്ച് പറയുന്നത് ഒരിക്കലും ഈ ഒരു ക്ലബിനെ, ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ക്ലബിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുത് എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പം നമുക്കറിയാം ബോയ്ക്കോട്ട് സ്റ്റേഡിയം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ പരക്കുന്നുണ്ട്. അതിനെ അനുകൂലിച്ചുകൊണ്ട്, അതായത് നിങ്ങൾ സ്റ്റേഡിയത്തിലേക്ക് പോകരുത് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമ്മുടെ ചാനൽ വഴി വീഡിയോസ് ഇട്ടിട്ടില്ല. അതുപോലെ മെർച്ചൻഡൈസ് ഒന്നും വാങ്ങരുതെന്ന് പറഞ്ഞിട്ടും ഒരിക്കലും ഇട്ടിട്ടില്ല. അതുപോലെ സോഷ്യൽ മീഡിയയിൽ ചിലവരൊക്കെ അൺഫോളോ ക്യാമ്പയിനൊക്കെ തുടങ്ങിയിട്ടുണ്ട്, അത് ചെയ്യണമെന്ന് പറഞ്ഞ് ഒരിക്കലും ഇട്ടിട്ടില്ല. അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രൊഡക്ട്സ് അത് നമ്മൾ ചില വീഡിയോസിൽ ഒരു ട്രോൾ മെറ്റീരിയലായിട്ട് ഉപയോഗിക്കാറുണ്ടെങ്കിലും അതൊന്നും വാങ്ങരുതെന്നൊന്നും പറഞ്ഞും ഒരിക്കലും നമ്മൾ വീഡിയോസ് ചെയ്തിട്ടില്ല. പിന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത്, നമ്മളുടെ ഈ ഒരു വെയിറ്റ് ആൻഡ് പോളിസി മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുള്ളത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു ചാമ്പ്യൻ മെൻറ്റാലിറ്റി ഇല്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് മിക്കവാറും അതൊരു മിഡ് ടേബിൾ മെൻറ്റാലിറ്റി ആയി പോകുന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ക്ലബിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലേയേഴ്സിനെ സെല്ല് ചെയ്യുന്നൊരു പരിപാടിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആ സെല്ല് ചെയ്താൽ പോലും ആ ഒരു എമൗണ്ട് യൂസ് ചെയ്ത് പോലും നമുക്ക് അവിടെ വേണ്ട റീപ്ലേസ്മെൻറ്റ് നടത്താറില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ലാസ്റ്റ് സീസണിൽ ഓൾറെഡി വീക്കായിട്ടുള്ള പൊസിഷൻസിൽ ഈ സീസണിലേക്ക് വരുമ്പോഴും റിക്രൂട്ട്മെൻറ്റ്സ് നടത്തിയിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ആൻറ്റി ബ്ലാസ്റ്റേഴ്സ് എന്നോ അല്ലെങ്കിൽ ആംചെയർ വാരിയർ എന്നോ ഒക്കെ വിളിക്കാൻ സാധിക്കുമോ? ഞാൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻ ആകുന്ന ഒരു കഥ തന്നെ ഞാൻ ആദ്യം പറയാം. നമ്മുടെ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ജിയോ സിനിമയിൽ കൊമ്പൻ്റെ പടയോട്ടം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സീരീസ് ഉണ്ടായിരുന്നു. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹാർഡ് കോർ ആയിട്ടുള്ള ഫാൻസിൻ്റെ അവരുടെ ഒരു സ്റ്റോറി പറയാമെന്നുള്ളത്. അപ്പം അതിനകത്ത് ഫീച്ചർ ചെയ്യപ്പെട്ട സമയത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഞാൻ സ്റ്റേഡിയത്തിൽ പോയിട്ട് ആദ്യമായിട്ട് ഒരു മത്സരം വിജയിക്കുന്നത് എൻ്റെ 6ാമത്തെ 7ാമത്തെ കളിയിലോ മറ്റോ ആണ്. അതായത് ഞാൻ 2015 മുതലാണ് സ്റ്റേഡിയത്തിൽ പോയി കളി കാണാൻ തുടങ്ങുന്നത്. അപ്പം അറിയാമല്ലോ, അതൊരു ദുരന്തം സീസൺ തന്നെയായിരുന്നു, നിരന്തരം തോൽവികളായിരുന്നു. പക്ഷേ എനിക്ക് ആ ഒരു മാച്ചസ് ഒക്കെ കാണാൻ പോയപ്പോൾ എന്നെ അട്രാക്റ്റ് ചെയ്യിച്ചിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റേഡിയത്തിലെ ആംബിയൻസ് ആയിരുന്നു, പെർഫോമൻസിന് അപ്പുറം. സോ അതുകൊണ്ട് തന്നെ എനിക്ക് വീണ്ടും വീണ്ടും കളി കാണാൻ പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇനി ഒരു തീരുമാനവും ഞാൻ അന്ന് എടുത്തിരുന്നു. അതായത് എന്ന് ബ്ലാസ്റ്റേഴ്സ് ജയിക്കുന്നു, ഇനി ഒരിക്കലും ജയിച്ചില്ലെങ്കിലും അന്ന് വരെ കളി കാണാൻ പോകും. അപ്പം ആ ഒരു യാത്ര ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഞാനിപ്പം സ്റ്റേഡിയത്തിൽ പോയി കളി കാണാത്തൊരു അവസരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുക്കമായിരിക്കും. ഞാനിപ്പം കേരളത്തിൻ്റെ ഏത് ഭാഗത്തുണ്ടെങ്കിലും മാക്സിമം ആ മാച്ച് ഡേയിൽ ഇവിടെ വന്നെത്തുക എന്നുള്ളത് ഒരു രീതിയായിട്ട് മാറിക്കഴിഞ്ഞു. അങ്ങനെ ഉള്ള ഒരുപാട് ആരാധകരുണ്ട് എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, ഇപ്പം നമ്മളിപ്പം മാച്ച് ഡേയിലൊക്കെ വ്ളോഗ്സ് ഒക്കെ ഇടാറുണ്ട്. അപ്പം നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും, ഞാൻ എൻ്റെ പല ഫ്രണ്ട്സിനെയും അതുപോലെ തന്നെ ഫാമിലി, ഇപ്പം എൻ്റെ ഫാദറിനെയൊക്കെ ഞാൻ ആദ്യമായിട്ട് സ്റ്റേഡിയത്തിലൂടെ അങ്ങനെ ഒരുപാട് പുതുതായിട്ടുള്ള ആളുകളെ, അത് ക്ലബ് അങ്ങനെ ഇതിനെ ഫോളോ ചെയ്യാത്ത ആളുകളെ പോലും ഈ സ്റ്റേഡിയത്തിലോട്ട് കൊണ്ടുവന്നു അത് എക്സ്പീരിയൻസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. കാരണം അവരും അത് എക്സ്പീരിയൻസ് ചെയ്യണം. പിന്നെ നമ്മുടെ ആ ക്ലബിനോടുള്ള സ്നേഹം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ആൻഡ് ഓൾസോ ഞാൻ ട്രാവൽ ചെയ്ത് ഒരു മത്സരം കാണാൻ പോയിട്ടുള്ളത് പിന്നെ ഗോവയിലാണ്, നമ്മുടെ ഫൈനൽ മത്സരം. സോ അതല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിരന്തരം നമ്മളുടെ സീസൺ ടിക്കറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയം മുതൽ വാങ്ങിക്കാറുണ്ട്. അതുപോലെ തന്നെ ക്ലബിൻ്റെ മെർച്ചൻഡൈസ് എനിക്ക് സാമ്പത്തികമായിട്ട് വാങ്ങാൻ സാധിക്കുന്ന സമയം മുതൽ ഒഫീഷ്യലായിട്ടുള്ള മെർച്ചൻഡൈസ് അതിൽ നിന്ന് തന്നെയാണ് ഞാൻ വാങ്ങാറുള്ളത്. അപ്പം എവറി മാച്ച് ഈ പറയുന്ന പോലെ കൊച്ചിയിൽ മാച്ച് നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇരിക്കപ്പുറതി ഉണ്ടാവില്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് ഒരുപാട് അങ്ങനത്തെ ഫാൻസ് ഉണ്ടെന്നറിയാം. നമുക്ക് വീട്ടിലിരുന്ന് കാണാമെന്ന് വിചാരിച്ചാലും അത് നടക്കില്ല. നമ്മൾ സ്റ്റേഡിയത്തിൽ പോയി അന്നത്തെ ഡേയിലെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് പോകും. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ആരാധകരുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞു, അങ്ങനെ ഒരുപാട് ആരാധകർ. അപ്പം അവർ ഈ പറഞ്ഞ പോലെ മാനേജ്മെൻറ്റിൻ്റെ ഇങ്ങനത്തെ തീരുമാനങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിവിട്ട് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവരെ ഈ പറഞ്ഞ പോലെ ആം ചെയർ വാരിയേഴ്സും അല്ലെങ്കിൽ ആൻറ്റി ബ്ലാസ്റ്റേഴ്സും ഒക്കെ ആക്കുന്നുണ്ടെങ്കിൽ
ഒരു പക്ഷേ എൻ്റെ സ്ഥാനം അവിടെ തന്നെ ആയിരിക്കും, എനിക്ക് സംശയമില്ല. പിന്നെ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ തുടങ്ങിയ സമയത്ത് കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ഞാനൊരു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും ഇന്ത്യൻ ഫുട്ബോളിൻ്റെയും ആരാധകനാണ്. അങ്ങനെയുള്ള ഒരാൾ ഇന്ത്യൻ ഫുട്ബോളിലെ മറ്റു കാര്യങ്ങളെ പറ്റിയും സംസാരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ISL റിലേറ്റ് ചെയ്തു അല്ലെങ്കിൽ ഐ ലീഗ് ക്ലബ്സിനെ റിലേറ്റ് ചെയ്തു മറ്റ് കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ടെങ്കിലും എപ്പോഴും ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ ലോക്കൽ ക്ലബ് കേരള ബ്ലാസ്റ്റേഴ്സ് ആൻഡ് എൻ്റെ നേഷൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം. അപ്പോൾ ആ കാര്യങ്ങൾക്ക് ഒരു വ്യക്തമായിട്ടുള്ള പ്രയോറിറ്റി ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ ബാക്കി കാര്യങ്ങളും ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മാക്സിമം നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട്. ഒരുവിധം എല്ലാ കാര്യങ്ങളും കവർ ചെയ്യാറുണ്ട് എന്നുള്ളത് പറയാം. പക്ഷേ ഇൻഡെപ്തായിട്ട് നമ്മൾ സംസാരിക്കുന്നത് എപ്പോഴും പറഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോളുമായിട്ട് റിലേറ്റ് ചെയ്തും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഒരു വസ്തുത തന്നെയാണ്. പിന്നെ നമുക്കറിയാം ഈ പറഞ്ഞതുപോലെ ഒരു ബോയ്ക്കോട്ട് ക്യാമ്പയിനൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ട്. സോ ഇതിനെ പറ്റിയിട്ടുള്ള കമൻസ് ഒക്കെ ഞാൻ നമ്മുടെ വീഡിയോസിൻ്റെ അടിയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല എന്നുള്ള കാര്യവും പറഞ്ഞിരുന്നു. സോ ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാം. ഞാൻ ആക്ച്വലി ഈ പറഞ്ഞതുപോലെ ബോയ്ക്കോട്ട് ക്യാമ്പയിന്, അതായത് സ്റ്റേഡിയത്തിൽ പോയി കളി കാണണ്ട എന്ന് പറയുന്ന കുറേ അങ്ങനൊരു രീതി ഉണ്ടല്ലോ, ഞാൻ അതിനോട് അനുകൂലിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ, ഞാൻ ഈ ക്ലബിനോട് എനിക്ക് തീർച്ചയായിട്ടും അഗാധമായിട്ടുള്ള സ്നേഹമുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ എപ്പോഴും എങ്ങനെ ഈ ഒരു ക്ലബിനോടുള്ള ഇഷ്ടം തോന്നി തുടങ്ങി എന്നുള്ള ഒരു ഫാക്ടറുണ്ട്. എന്ത് കാര്യം എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് ഒരു ഫാക്ടറാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ സ്റ്റേഡിയത്തിൽ പോയി നിരന്തരം മത്സരങ്ങൾ കണ്ടു. അവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ അത് വളരെയധികം നമ്മൾ സ്റ്റേഡിയത്തിൽ പോയി കളി കാണുന്നവർക്കറിയാം, അതൊരു എൻജോയ് ചെയ്യുന്നൊരു മൊമെൻറ്റ് തന്നെയാണ്. അപ്പം നമ്മുടെ വർഷത്തിലെ 365 ദിവസത്തിൽ ഒരു 10-12 ദിവസങ്ങളിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ സ്റ്റേഡിയത്തിൽ പോയി ഇരുന്ന് കാണുന്ന കളികളുണ്ടാകുന്ന ഈ 10-12 ദിവസങ്ങളാണ്. അപ്പം ആ മൊമെൻറ്റ് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. അതൊരു വിൻ അല്ലെങ്കിൽ ലോസ് അല്ലെങ്കിൽ എന്ത് റിസൾട്ടായാലും ആ മൊമെൻറ്റ്സ് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം ഞാനും ആ തരത്തിലുള്ള ഒരാളാണ്. അത് ഈ പറയുന്ന പോലെ ക്ലബ്ബ് എന്ന് പറയുന്ന അതിനോടുള്ള ആ ക്വസ്റ്റിനോടുള്ള അല്ലെങ്കിൽ അതിനോടുള്ളൊരു പാഷനാണ്. എൻ്റെ ഫേവറേറ്റ് ക്ലബ്ബാണ്. അപ്പം പറഞ്ഞല്ലോ, ഈ നമ്മൾ സ്റ്റേഡിയത്തിൽ പോയി കളി കാണുക എന്ന് പറയുന്നത് ഒരു തരത്തിലൊരു ഹാബിറ്റാണ്. സോ ആ ഹാബിറ്റിനെ തച്ചുടയ്ക്കാൻ, അതിനെതിരെ ഇത് ചെയ്യാനായിട്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യോജിക്കുന്നില്ല. എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ റീസൺ പറയാം. ഇപ്പം മിക്ക ക്ലബ്ബുകൾക്ക് നമ്മുടെ ഇന്ത്യയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഫാൻസുള്ള ക്ലബ്ബുകളുണ്ട്. അവർ നന്നായിട്ട് കളിച്ചാൽ പോലും സ്റ്റേഡിയത്തിൽ വരാത്ത സാഹചര്യങ്ങളൊക്കെ കാണാറുണ്ട്. സോ അതിൻ്റെ റീസൺ അതാണ്. സ്റ്റേഡിയത്തിൽ പോയി നിരന്തരം കളി കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞ പോലെ ഒരു ഹാബിറ്റാണ്. സോ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിൽ അതൊക്കെ വരുന്നതേ ഉള്ളൂ. എന്താ പറയുക, നമുക്ക് കേരളത്തിൻ്റെ കാര്യം എടുക്കുമ്പോൾ ആ കാര്യത്തിൽ നമ്മൾ ഹാപ്പിയാണ്. കാരണം സ്റ്റേഡിയത്തിൽ പോയി കളി കാണാം എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആരാധകരുണ്ട്. റെഗുലറായിട്ട് എന്താണെങ്കിലും നമ്മളിന്ന് സ്റ്റേഡിയത്തിൽ പോയി കളി കാണും, നമ്മൾ നമ്മുടെ ടീമിന് വേണ്ടി ചിയർ ചെയ്യുമെന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആരാധകരുണ്ട്. അത് നമ്മളുടെ ഭാഗ്യമായിട്ട് തന്നെയാണ്, നമ്മുടെ ക്ലബിൻ്റെ ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അപ്പം അങ്ങനത്തെ ഹാബിറ്റിനെ നശിപ്പിച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ മാനേജ്മെൻറ്റിനെതിരെ സംസാരിക്കുന്ന പോലെ ചിലപ്പോൾ ഫ്യൂച്ചറിൽ നമ്മുടെ ഒരു ക്ലബിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമായിട്ടാണ് എൻ്റെ ഒരു പേഴ്സണലി എൻ്റെ ഒരു ഫീലിങ്സ്. അതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. പിന്നെ നമുക്ക് എന്താ പറയുക, നമുക്ക് പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് അവിടെ പോയി അതൊക്കെ ചെയ്യാവുന്നതാണ്. അവിടെ പോയി ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് മീഡിയ അറ്റൻഷനും ഒക്കെ ഉള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇപ്പം നമ്മുടെ ഫാൻ ഗ്രൂപ്പ്സുകളൊക്കെ പലരും ഓൺലൈനിൽ നിന്ന് ഓഫ്ലൈനിലേക്കൊക്കെ വന്നതുപോലും നമ്മളുടെ രണ്ടാമത്തെ സീസണിലെ ആ പറഞ്ഞ പോലെ ക്ലബിൻ്റെ ആ ഒരു മോശം അവസ്ഥയൊക്കെയാണ്. അപ്പം അങ്ങനത്തെ മൊമെൻറ്റ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. അത് എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ മറ്റൊരു വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അവസരത്തിൽ, അതായത് നമ്മുടെ ഫാൻസൊക്കെ നമുക്കറിയാം മൊത്തത്തിൽ അത്ര നല്ല രൂപത്തിലല്ല, ഫ്രസ്ട്രേറ്റഡ് ആണ്. ആ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നവരൊക്കെ ഉണ്ട്. അത് സത്യം തന്നെയാണ്. അതായത് ഞാൻ കണ്ടിട്ടുണ്ട് കമൻസ്, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ക്ലബ്ബ്, ഈ ക്ലബ്ബ് പൂട്ടിപ്പോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യാണ്ട് ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യും, ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ കുത്തിത്തിരിപ്പ് നടത്തുന്നവർ ഇതിൻ്റെ ഇടയിൽ പോകുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. അപ്പോൾ അത് ഒരിക്കലും നമുക്ക് എന്താ പറയുക തള്ളിക്കളയാനായിട്ട് പറ്റില്ല. ഈ പറഞ്ഞ പോലെ ഇതാണ് സ്നേഹം എപ്പോഴും പറയുന്ന പോലെ ക്ലബിനോടുണ്ട്. ഞാനത് പറയും. ഇപ്പം ഇന്ത്യൻ ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു ടീമിനോടുള്ള ഇഷ്ടം എന്ന് പറയുന്നത് നമുക്ക് ബ്യൂട്ടിഫുൾ ഫുട്ബോൾ കണ്ടിട്ടാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വിദേശത്തൊക്കെയുള്ള എത്രയോ രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യാവുന്നത്. അതൊന്നുമല്ല, നമ്മുടെ നേഷനാണ്, അതുകൊണ്ടാണ്. സോ കേരള ബ്ലാസ്റ്റേഴ്സ് നമ്മുടെ ലോക്കൽ ക്ലബ്ബാണ്. നമ്മൾ അഗാധമായിട്ട് സ്നേഹിച്ചത്, നമ്മൾ ചീർ ചെയ്തതൊക്കെ ഈ ഒരു ക്ലബിനെയാണ്. സോ നമുക്ക് എത്ര മറ്റ് ടീമുകളോടൊക്കെ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്വന്തം എന്ന് പറയുന്ന ഒരു ഫീലിങ്സ് തന്നത് ഇവരാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹം അത് എന്താ പറയുക ഒരു ജീവിതകാലം മുഴുവൻ ഉണ്ടാകുന്നൊരു ഫാക്ടർ ആയിരിക്കും എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്.
മൈ ഫേവറേറ്റ് ക്ലബ് മൈ ലോക്കൽ ക്ലബ്ബ് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ നാഷണൽ ടീം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ജീവിക്കുന്ന ഇന്ത്യയാണ്. അത് ഏതവസ്ഥയിലാണെങ്കിലും നമ്മുടെ സ്നേഹവും ഇഷ്ടവും സപ്പോർട്ടും എന്ന് പറയുന്നത് അവരോടൊപ്പം തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു സാഹചര്യത്തിലും നമ്മൾ ക്രിറ്റിസിസംസ് ഉണ്ടാകും, വിമർശിക്കേണ്ട കാര്യങ്ങൾ സംസാരിക്കും. ആ ഒരു കാര്യത്തിൽ ഡൗട്ടൊന്നുമില്ല. അല്ലാണ്ട് എന്തും അണ്ണാക്ക് തൊടാതെ വിഴുങ്ങി അവർ പറയുന്നത് കേട്ട് ആ ഒരു കാര്യമൊന്നുമില്ല. കാരണം എല്ലാവർക്കും ഒപ്പീനിയൻസ് ഉണ്ടാകും. സോ അതും ഒക്കെ ചർച്ച ചെയ്യപ്പെടണം. അങ്ങനെ ആ ഒരു കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോഴൊക്കെയാണ് ഒരു ബെറ്റർ ആയിട്ടുള്ള ഫുട്ബോൾ കമ്മ്യൂണിറ്റിയൊക്കെ ഉണ്ടാകുക. അതും കൺസ്ട്രക്റ്റീവ് ആയിരിക്കണം, ഹെൽത്തി ആയിരിക്കണം എന്നുള്ളതൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ KBFCയുടെ കാര്യത്തിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഇത്രയും ഹാർഡ് കോർ ആയിട്ടുള്ള ഫാൻസ് ഉണ്ടായിട്ടും ഇന്ത്യയിൽ ടോപ്പ് ടയർ കളിക്കുന്നതിൽ ഒരു കപ്പില്ലാത്ത ക്ലബ്ബായിട്ട് മാറുന്നു, ഇപ്പോഴും ആ മിഡ് ടേബിൾ മെൻറ്റാലിറ്റി തുടരുന്നു എന്നൊക്കെ ഉള്ളത് ഏത് ഫാൻസിനെയാണ് ഫ്രസ്ട്രേറ്റ് ചെയ്യിക്കാത്തത്? അപ്പം അങ്ങനെ പറയുന്നവരെ വേറൊരു കാറ്റഗറിയിലോട്ടാക്കുന്നു. അത് ഡയറക്ടറുടെ ട്വീറ്റിൽ വരെ അത് വരുന്നു എന്നൊക്കെ പറയുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ കഴിഞ്ഞ ആ ഒരു വീഡിയോ ഒരു സർക്കാസ്റ്റിക്കലി ചെയ്തത്. കാരണം അതിനെ വിമർശിക്കുന്ന രീതി ചെയ്തിരുന്നെങ്കിൽ സാധാരണ വിമർശിക്കപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് മാറിയതിനെ. അപ്പം അതുകൊണ്ടാണ് ഞാൻ സർക്കാസ്റ്റിക് അങ്ങനെ ചെയ്തുകൊണ്ട് കൂടുതൽ ആളുകൾ അത് ചർച്ച ചെയ്യപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കി. ഒരുപാട് ആളുകൾ ഷെയർ ചെയ്തു, ഒരുപാട് ആളുകൾ എനിക്ക് പേഴ്സണലി യൂട്യൂബിൻ്റെ ഒരു ഇതിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ പേഴ്സണലി ഒരുപാട് ആളുകൾ മെസ്സേജ് ഇഷ്ടപ്പെട്ടു, അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ കൂടിയായിരുന്നു അത് എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പം ഇത്രയൊക്കെ പറയാനുള്ളൂ. എന്താ പറയുക, നമ്മൾ ക്ലബ്ബെന്ന് ഈ ഒരു ക്ലബിനോടുള്ള ഈ പറഞ്ഞ പോലെ ഭയങ്കര ഭ്രാന്തമായിട്ടുള്ള സ്നേഹങ്ങൾ കൊണ്ടാണ്, ആ ക്ലബിൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്ന ആഗ്രഹങ്ങളൊക്കെ കൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞു പോകുന്നത്. അത്രയൊക്കെ പറയാനുള്ളൂ. സോ ഇങ്ങനെയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ക്ലബ്ബ് നന്നായിട്ട് പോകട്ടെ, നമ്മുടെ പ്രതിസന്ധികളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ, നമ്മൾ വിജയിക്കട്ടെ, ട്രോഫി നേടട്ടെ, ഇങ്ങനെയൊക്കെയുള്ള ഇതിൽ തന്നെയായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടാകുക. അത് ഈ പറയുന്ന പോലെ നമ്മൾ ഇവിടെ നിന്ന് ഈ പറയല്ല നമ്മൾ സ്നേഹം ആ ഒരു ക്ലബിന് കൊടുക്കുന്നുണ്ടായിരിക്കാം. ദാറ്റ്സ് ഇറ്റ്. എനിക്ക് അത്രയൊക്കെ പറയാനുള്ളൂ ഗൈസ്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്നുള്ളത് കമ്പോസ് ചെയ്യാൻ പറ്റുമോ? കാണിക്കാൻ വിഷയം സനിയ.